അടുത്ത പെർഫോമൻസ് അതെ, നമ്മുടെ നിരഞ്ജനും സ്വാതിയും ഉണ്ട്. അവർ രണ്ടുപേരും ഒരു ഗുരുവിന്റെ കീഴിലാണ് നൃത്തം അഭ്യസിക്കുന്നത്. സ്വാതി ഇന്നലെ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ഭരതനാട്യം ഹയർ സെക്കൻഡറി വിഭാഗം മത്സരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഈ ജനം ടിവിയുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിരുന്നു. ക്ഷമിക്കണം, നിരഞ്ജൻ. സ്വാതിയെ കഴിഞ്ഞ വർഷം കോഴിക്കോട് കലോത്സവത്തിൽ വെച്ച് തന്നെ നമുക്ക് പരിചയമുള്ളതാണ്. രണ്ടുപേരും ഒന്ന് കടന്നു വരാമോ? ഇപ്പൊ രണ്ടുപേരും വേറെ വേറെയാണോ പെർഫോം ചെയ്യുന്നത് ചോദിച്ചപ്പോൾ നിരഞ്ജനാണ് ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. രണ്ടുപേരും കൂടി അല്ലേ? രണ്ടുപേരും ഒരേ അധ്യാപകന്റെ കീഴിലാണ് നൃത്തം അഭ്യസിക്കുന്നത്. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? സാരഥേ പാർഷദി പരിതാപം ശൃണു പാർത്ഥ സാരഥേ പാർഷദി പരിതാപം ശൃണു പാർത്ഥ സാരഥേ പ്രണയമോ മമ പതന ഹേതു മഹാപ്രസ്ഥാന മാർഗേ പ്രണയമോ മമ പതന ഹേതു. സൂപ്പർ സൂപ്പർ. നമ്മുടെ എല്ലാവരും ഒന്ന് ഇവരുടെ നിങ്ങളുടെ പ്രോത്സാഹനമാണ് സത്യത്തിൽ ഇവർക്കൊക്കെ പ്രചോദനം അല്ലെ? എ ഗ്രേഡ് കിട്ടുന്നതിനെക്കാട്ടിയും വലുത് ഈ കണ്ടു നിൽക്കുന്ന കാണികളുടെ പ്രചോദനമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം. കൂടാതെ അവരുടെ മിനിറ്റുകൾ കൊണ്ടാണ് ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞ സമയത്ത് അവർ ചെയ്തതാണ്. രണ്ടുപേരും ഒരുമിച്ച് ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. തീർച്ചയായും. അപ്പോ കഴിഞ്ഞോ? മത്സരം എല്ലാം കഴിഞ്ഞോ? ഇനി നാളെ പോണോ? എനിക്ക് 7-ാം തീയതി ഇനി നാടോടി നൃത്തമുണ്ട്. അപ്പോൾ മോണോ ആക്ട് നാടോടി നൃത്തം കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ജനം ടിവിയുടെ സ്റ്റുഡിയോയിലേക്ക് എത്തുക. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ തന്നെ ബെസ്റ്റ് വിഷസ്.